ഞായറാഴ്ച ശിവരാത്രി ഓണാട്ടുകരയുടെ ദേശീയ മഹോത്സവമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് ശിവരാത്രി ദിനത്തിലാണ് തുടക്കമാകുന്നത്. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ക്ഷേത്രത്തിലും കരകളിലും പൂർത്തിയായി കഴിഞ്ഞു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കുത്തിയോട്ടത്തിന്റെ ചടങ്ങുകൾ വൈകിട്ട് വഴിപാട് വീടുകളിൽ തുടങ്ങും. ഞായറാഴ്ച മഹാശിവരാത്രി ആഘോഷം നടക്കും. ഇതോടെ ഓണാട്ടുകരയുടെ ദേശീയ മഹോത്സവമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷങ്ങൾക്കും തുടക്കമാകും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ക്ഷേത്രത്തിലും കരകളിലും പൂർത്തിയായി കഴിഞ്ഞു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കുത്തിയോട്ടത്തിന്റെ ചടങ്ങുകൾ ശിവരാത്രി ദിവസം വൈകിട്ട് വഴിപാട് വീടുകളിൽ തുടങ്ങും. താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. 16 വീടുകളിലാണ് ഇത്തവണ കുത്തിയോട്ട വഴിപാടുള്ളത്. ശിവരാത്രി ദിവസം രാവിലെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വഴിപാടുകാർ കുത്തിയോട്ട ബാലകന്മാരെ ദത്തെടുക്കും. വൈകിട്ട് വഴിപാട് വീടുകളിലെ അലങ്കരിച്ച പന്തലുകളിൽ ചുവടുവെപ്പ് തുടങ്ങും. മുതിർന്ന ആശാന്മാർ കുത്തിയോട്ട ബാലകന്മാരെ ചുവട് പരിശീലിപ്പിക്കും. ഒപ്പം കുത്തിയോട്ടപ്പാട്ടും ചുവടും അരങ്ങേറും. രേവതി നാൾ രാത്രി വരെ ഇത് തുടരും. അശ്വതിക്ക് വിശ്രമമാണ്. തുടർന്ന് ഭരണി നാളായ ഫെബ്രുവരി 23-ന് പുലർച്ചെ താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ദേവീ സന്നിധിയിലേക്ക് കുത്തിയോട്ട സംഘങ്ങൾ യാത്ര തിരിക്കും. ക്ഷേത്രത്തിലെ 13 കരകളിലും ആചാരപ്രകാരം കെട്ടുകാഴ്ചകൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, പേള, നടക്കാവ് കരകളിൽ കുതിരയാണ് ഒരുക്കുന്നത്. കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, കടവൂർ, ആഞ്ഞിലിപ്ര, മേനാമ്പള്ളി കരകളിൽ തേരും. മറ്റം വടക്ക് കരയിൽ ഭീമസേനനെയും മറ്റം തെക്ക് കരയിൽ ഹനുമാനെയും പാഞ്ചാലിയെയും അണിയിച്ചൊരുക്കും. കെട്ടുകാഴ്ച ഒരുക്കങ്ങൾ നടക്കുന്ന കരകളിൽ ഉൾപ്പെടെ കുതിരമൂട്ടിൽ കഞ്ഞിസദ്യ സമർപ്പണവും ശിവരാത്രി ദിവസം ആരംഭിക്കും. CDNet ന്യൂസ്, കായംകുളം.